ഗോകുൽ, രാവിലെ മുതൽ തന്നെ മലപ്പുറം ജില്ലയിൽ വോട്ടേഴ്സ് വലിയ ആവേശത്തിലാണ്. പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും അവസാന കണക്കുകൾ പരിശോധിക്കുമ്പോൾ വയനാട് ജില്ലയേക്കാൾ ഒരല്പം താഴെ എന്ന നിലയിൽ 76 കടന്നുള്ള പോളിംഗ് ശതമാനമാണ്. വിശദാംശങ്ങൾ അനുജ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്ക് പ്രകാരം മലപ്പുറം ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പോളിംഗ് 76.85 കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് ഏകദേശം 2% കുറവാണ് ഈ കണക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 78.92 ആയിരുന്നു. ഇത് അവസാനവട്ട കണക്കല്ല, ഇനി അപ്ഡേറ്റഡ് ആയിട്ടുള്ള കണക്ക് വരാനുണ്ട്. പലയിടങ്ങളിലും, അതായത് മഞ്ചേരി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 80%-ലധികം പോളിംഗ് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ബ്ലോക്ക് പഞ്ചായത്തുകളിലും, അതായത് മഞ്ചേരി ബ്ലോക്ക്, മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലൊക്കെ 80% വോട്ട് കടന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഒരു രീതിയിലേക്ക് നിലവിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മണ്ണാർക്കുണ്ട് 15ാം വാർഡാണ്. ഇവിടെ 1470 വോട്ടുണ്ട്. അതിൽ 1070 വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. പലയിടങ്ങളിലും ഉച്ചയാകുമ്പോൾ തന്നെ മലപ്പുറത്തെ പല ബൂത്തുകളിലും 50%-ലധികം പോളിംഗ് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വൈകുന്നേരം ആകുമ്പോഴൊക്കെ ചിലയിടത്തെങ്കിലും ഇത്തരത്തിൽ ആളുകളുടെ ക്യൂ കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എങ്കിലും കഴിഞ്ഞ തവണത്തേതിന് സമാനമായ രീതിയിൽ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ ബൂത്തിലെ നടപടിക്രമങ്ങൾ, അതായത് വോട്ടിംഗ് ഒക്കെ അവസാനിച്ചതിന് ശേഷമുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബൂത്ത് ഏജന്റുമാരുണ്ട്, പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ അവസാന ഒരു മണിക്കൂർ സമയത്തേക്കൊന്നും ആരും ക്യൂവിൽ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ അതിനു മുമ്പ് 4-5 സ്കൂളുകൾ, ഈ മുനിസിപ്പാലിറ്റിയുമായി കേന്ദ്രീകരിച്ചുള്ള 4-5 സ്കൂളുകളിൽ പോയ സമയത്തൊക്കെ തന്നെ വൈകുന്നേരം 5 മണിയാകുമ്പോഴൊക്കെ തന്നെ അവിടെയുള്ള ക്യൂ ഒക്കെ പൂർണ്ണമായിരുന്നു. എന്തായാലും ചിലയിടങ്ങളിലൊക്കെ ഇപ്പോഴും ക്യൂ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാവിലെ മലപ്പുറം ജില്ലയുടെ മൊത്തത്തിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുതുവല്ലൂർ, വേങ്ങര, ചിലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പലയിടത്തും ഇത്തരത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരുന്നു. ചിലയിടത്തെങ്കിലും LDF-ഉം UDF-ഉം തമ്മിലുള്ള സംഘർഷമുണ്ടായി. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം MLA തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാനത്തുമംഗലം ബൂത്തിലെത്തിയ നജീബ് കാന്തപുരം MLA ആണ് ബൂത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് LDF-കാർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ MLA ബൂത്തിലേക്ക് കയറി വോട്ടഭ്യർത്ഥന നടത്തുന്നു എന്നൊരു ആരോപണം LDF-കാർ ഉന്നയിച്ചു. UDF പറയുന്നു അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നില്ല, ബൂത്തിലേക്ക് എത്തിയതാണ് എന്ന് പറയുന്നു. പെരിന്തൽമണ്ണ നഗരസഭയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതോടൊപ്പം തന്നെ കള്ളവോട്ട് ചെയ്തതിന് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തൊരു സംഭവം മലപ്പുറം മൊറയൂർ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് മുദസ്സിർ CK-ക്കെതിരെയാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്തതിന് കേസെടുത്തിട്ടുള്ളത്. തന്റെ ജ്യേഷ്ഠന്റെ, വിദേശത്തുള്ള ജ്യേഷ്ഠന്റെ വോട്ട് ഇയാൾ ചെയ്തു എന്നാണ് പരാതി. അതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം മറ്റൊരു സംഭവം മലപ്പുറത്തുണ്ടായിട്ടുള്ളത് ഇരട്ട വോട്ട് മലപ്പുറം ജില്ലയിൽ മികച്ച പോളിംഗ് എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.